കോൺഗ്രസ് സമരത്തിലാണ്. സമരാഗ്നി സംഘടിപ്പിക്കുകയാണ് നേതാക്കൾ. പക്ഷേ അഗ്നി അത് പാർട്ടിക്കുള്ളിലാണോ എന്നാണ് കേരളം ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വരാൻ വൈകിയതിന് അധ്യക്ഷന്റെ നീരസം അല്പം കടന്നുപോയി. അസഭ്യവാക്കായിരുന്നു അതൃപ്തി അറിയിക്കാൻ അധ്യക്ഷൻ സ്വീകരിച്ചത്. കൂടെയുള്ള നേതാക്കൾ ഇടപെട്ടതോടെ അവിടെ നിന്നു. ഇല്ലെങ്കിൽ പിന്നീട് ചേട്ടനും അനിയനുമാണെന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ ശ്രമിച്ചു. ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നു സമരാഗ്നിയുമായി ബന്ധപ്പെട്ട്. നടന്നില്ല. ഉണ്ടാകുമോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോടായിരുന്നു ഇന്ന് വി ഡി സതീശൻ കലിപ്പ് തീർത്തത്. ചേട്ടനും അനിയനും അടിച്ചു പിരിഞ്ഞു. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. നമ്മൾ ഇപ്പോൾ കണ്ടത് ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ കോട്ടയത്തും നടന്ന പൊതുവേദിയിൽ ഇരുവരും തമ്മിലുള്ള അതൃപ്തി പരസ്യമാക്കി കണ്ടതായിരുന്നു. എന്നാലും ഇന്നും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു. വാർത്താ സമ്മേളനം ഉണ്ടാകുമോ എന്നായിരുന്നു ചോദ്യം. അതിന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നുകൂടി നമുക്ക് കേൾക്കാം. മികച്ചൊരു ന്യായീകരണം അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്തായാലും ഇന്ന് കെ മുരളീധരൻ ഇറക്കിയിട്ടുണ്ട്. അതുകൂടി കേൾക്കാം. അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊന്നും പാർട്ടിയിലൊരു വഴക്കിൻ്റെ ഭാഗമല്ല. ഈ വിഷയമാണ് നമ്മൾ വരുന്ന അരമണിക്കൂറിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്കിപ്പം യൂത്ത് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയും അതോടൊപ്പം തന്നെ ഇടത് നിരീക്ഷകനായ റിജി ലുക്കോസും നമുക്കൊപ്പം ചേരുന്നുണ്ട് അതിഥികളായി. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇനിയിപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പറയുന്നത് മനസ്സിലാക്കാൻ ഞങ്ങളൊക്കെ തമിഴ് പഠിക്കേണ്ടി വരുമോ? അല്ല, ഒന്ന് വളരെ കൃത്യമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പാർട്ടിയുടെ CLP അതുമായി ബന്ധപ്പെട്ട് പ്രശ്നം പറഞ്ഞല്ലോ. അഗ്രിയുടെ പാർട്ടി അദ്ദേഹമാണല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി അതിന്റെ എക്സ്പ്ലനേഷൻ തന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കി കേട്ടോ കോൺഗ്രസ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന വിഷ്വലിൽ തന്നെ സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കിയെന്ന് നിങ്ങൾ കാണിക്കുന്ന വിഷ്വലിൽ തന്നെ KPCC അധ്യക്ഷനും പാർട്ടി CLP ലീഡറും ഇന്നത്തെ മാറ്റി പറയരുത്. റദ്ദാക്കിയത് ഇന്നത്തെ വാർത്താ സമ്മേളനമാണ്. ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു സമരാഗ്നിയുമായി ബന്ധപ്പെട്ട്. അത് റദ്ദാക്കി. അത് ചോദിച്ചപ്പോഴാണ് ഇന്നത്തെ പ്രതികരണം. നേരത്തെ സംയുക്ത വാർത്താ സമ്മേളനത്തിന്റെ കാണുന്ന ദൃശ്യങ്ങൾ അത് കഴിഞ്ഞ ദിവസത്തേതാണ്. അല്ല, വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഏറ്റവും അവസാനം കാണിച്ച വിഷ്വലിന്റെ കാര്യമാണ്. ഇനി അത് അങ്ങനെ അല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, വാർത്താ സമ്മേളനം വിളിച്ചതാരാണ്? ഞങ്ങൾ തന്നെയാണല്ലോ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് അറിയിച്ചത്. അപ്പോ ഇന്ന് വാർത്താ സമ്മേളനം ഇല്ല, നിങ്ങളെ വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ സ്വാഭാവികമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിന്റെ കൃത്യമായ നിലപാട് എന്താണ് പ്രശ്നമെന്ന് CLP ലീഡർ നിങ്ങളെ അറിയിക്കുകയും ചെയ്തു. നോക്കൂ, ഈ സംസ്ഥാനത്ത് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. 6 മാസമായി പെൻഷൻ കിട്ടിയത്. അത് തന്നെയാണ് എന്തൊക്കെ വിഷയങ്ങൾ കോൺഗ്രസിൽ ചർച്ചയാകേണ്ടതുണ്ട്. ഒന്ന് നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. സ്ഥാനാർത്ഥികളായിട്ടില്ല നിങ്ങൾക്ക്. ഒരു ഭാഗത്ത് ഇടതുപക്ഷമൊക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു പട്ടികയായി കഴിഞ്ഞു. ആ ഘട്ടത്തിൽ ഇതാണോ ചർച്ചയാകേണ്ടതെന്ന് കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്? ഞങ്ങളാണോ? അല്ല, ആര് പറഞ്ഞു സ്ഥാനാർത്ഥികളായിട്ടില്ലെന്ന്? പാർട്ടി സ്ഥാനാർത്ഥികളെ കൃത്യമായി ഈ നിങ്ങളുടെ ശ്രമിക്കുക അങ്ങയുടെ അല്ല, നമ്മുടെ CPM-ന്റെ നിലപാട് പോലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് സംസ്ഥാന കമ്മിറ്റിയാണെന്നും കോട്ടെടുത്തിട്ട് ദേശീയ കമ്മിറ്റിയാണെന്നും പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഇതൊരു ദേശീയ പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ട്. അഖിലേന്ത്യാ കമ്മിറ്റിയാണ് ഈ പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമാണ്.
അത് ബുദ്ധിബോധമുള്ളവർക്ക് മനസ്സിലാവും. അഖിലേന്ത്യാ കമ്മിറ്റി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വിപ്പ് കൊടുക്കേണ്ടത് അഖിലേന്ത്യാ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ചാർജ് ഏൽപ്പിക്കുന്ന വ്യക്തിയാണ്. അതാണ് നിയമാനുസൃതമായ പരിപാടി. ഇത് ദേശീയ പാർട്ടി ആയതുകൊണ്ട് അതിന് അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കും. ചെറിയ ബുദ്ധിമുട്ടുകളും ചെറിയ ലാഗും ഒക്കെ അതിലുണ്ടാവും. അത് ദേശീയ പാർട്ടികൾക്ക് മനസ്സിലാവും, CPM-ന് മനസ്സിലാവില്ല. ഞങ്ങളുടെ പ്രശ്നമല്ല. രണ്ടാമത്തെ കാര്യം, ആരാണ് സ്ഥാനാർത്ഥികൾ എന്നൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാം, ആളുകൾക്ക് അറിയാം. ഞങ്ങൾ കൃത്യമായി പണികൾ ആരംഭിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായി ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ മുമ്പോട്ട് പോകും. 2020 ഒരു സംശയമുള്ളതേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങളെല്ലാം ഈ CPM ചില സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് അവരുടെ പറമ്പിൽ പശുവിനെ വളർത്തുന്നു ലീഗിന്റെ പ്രശ്നം വരുമ്പോ. ഇപ്പൊ ഈ വീണ് കിട്ടുന്ന ചെറിയ സാധനങ്ങളിലൊക്കെ കടിച്ചു തൂങ്ങി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ. ആ ശ്രമങ്ങളെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ 20 സീറ്റിലും UDF കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് സ്ഥാനാർത്ഥികൾ ജയിക്കും. ഒരു സംശയം വേണ്ട. 6 മാസത്തെ പെൻഷൻ കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് പെൻഷൻ കൊടുത്തിട്ട് 1.5 വർഷമായി. 20 രൂപ ഊണ് ഇവര് കൊട്ടിഘോഷിച്ച പരിപാടിയായിരുന്നല്ലോ. 6 മാസമായി അവരുടെ ഫണ്ട് റിലീസ് ചെയ്തിട്ടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ KPCC അധ്യക്ഷനും VD സതീശനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു വാക്കാണല്ലോ നിങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം CPM-ന്റെ അടിമുടി CPM ആയിരുന്ന SFI-യിലൂടെ DYFI-യിലൂടെ CPM ആയി വളർന്നു വന്നൊരു പാവപ്പെട്ടവൻ കൊല ചെയ്യപ്പെട്ടു അമ്പലപ്പെട്ടിട്ട്. ഒന്നത് BC ബ്രാഞ്ച് കമ്മിറ്റി, ഉടനെ സംസ്ഥാന കമ്മിറ്റിയിലെ എല്ലാ നേതാക്കളും അത് RSS-ന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇത് RSS ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിച്ചില്ലേ? അത് ചർച്ച ചെയ്യണ്ടേ? ഇതിനേക്കാൾ വലുതല്ലേ അത്? സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോ അവന്റെ രക്തസാക്ഷിത്വം അത് ഗോൾഡൻ ചാൻസ് ആയി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് എൻക്യാഷ് ചെയ്യാൻ കാണിച്ച തെമ്മാടിത്തരത്തെക്കാൾ വലുതാണ് ഇത് എന്നാരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങളെ നേരിട്ട് അതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ ചെയ്തത്. ഇപ്പം 2 ദിവസം മുൻപ് ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല. താങ്കൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രീവത്സൻ. ഇത് ആദ്യത്തെ സംഭവമല്ല. നമ്മൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതാണ്. നോക്കൂ, KPCC അധ്യക്ഷന് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ചോദ്യം ഒരു ഇംഗ്ലീഷിൽ വരുമ്പോൾ എന്താണ് ചോദിച്ചതെന്ന് തൊട്ടടുത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ്. ഇല്ല, നിങ്ങളോടാണ്, നിങ്ങൾ പറഞ്ഞോളൂ. ഒരു സഹായം പോലും അന്ന് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെയും കണ്ടു, പിന്നെയും കാണുന്നു. ഇന്നും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ നയിക്കേണ്ട എന്തോ സെമി കേഡർ സംവിധാനമൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതാണ്. ഇതാണോ സെമി കേഡർ സംവിധാനം? അല്ലല്ല, എല്ലാ പാർട്ടിയിലും പ്രശ്നം ഉണ്ടാവുന്നേ. ഞങ്ങളുടെ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിന്റെ പിറ്റേന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസമുള്ള നേതാവിന്റെ വീട്ടിലേക്ക് ഒരു ഇന്നോവ കാർ വാടകയ്ക്ക് എടുത്തിട്ട് അതിന്റെ പുറകിൽ മാഷാ അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഏതെങ്കിലും മഹൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിലെ ലൈറ്റ് അത് എറിഞ്ഞ് തകർത്തിട്ട് വണ്ടി വിടുന്ന ശീലമൊന്നും കോൺഗ്രസിനില്ല. ഞങ്ങൾക്ക് ആ പണി അറിയില്ല. ആ പണി അറിയാത്തതുകൊണ്ട് തന്നെ ഈ അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില കണ്ടമിനേഷൻസ് എന്തുണ്ടാവും, അത് വെളിയിലേക്ക് വരും, ചർച്ച ചെയ്യപ്പെടും. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യ പാർട്ടിയിൽ നേതാക്കൾ തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻസ് അത് സ്വാഭാവികമായിട്ട് മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ്, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ ഇങ്ങനെയുള്ള സംവാദങ്ങളും അഭിപ്രായ ഭിന്നതകളും അതൊക്കെ മറനീക്കി അവർ പറയും. ജനാധിപത്യ പാർട്ടിയിൽ പറയുന്ന കാര്യങ്ങളെ ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ടതുണ്ടോ? ആ ചോദ്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രസക്തി. കാരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ തൊട്ടടുത്തൊരു വനിതാ നേതാവിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ KPCC പ്രസിഡന്റ് സമുന്നതമായ പദവിയിലിരിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ മതേതരത്തിന്റെ വലിയ കാഴ്ചപ്പാടുകളുടെ പാരമ്പര്യമുള്ള ആ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് പച്ചത്തെറി വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ അത് ലൈവായിട്ട് തന്നെ മാധ്യമങ്ങൾ ലോക മലയാളികൾ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? തന്നെയല്ല, ഇതിനകത്ത് രസകരമായ ഒരു പിന്നാമ്പുറമുണ്ട്. ഈ യാത്ര തുടങ്ങാനായിട്ട് തീരുമാനിച്ചത് K. സുധാകരന്റെ നേതൃത്വത്തിലാണ്. ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് ഭയന്ന്, ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ ഉണ്ടാകുന്ന ഭയന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം ആകുമ്പോഴത്തെ അത്തരം വിട്ടിത്തരങ്ങളൊന്നും പറയുന്ന ആളൊന്നുമല്ല. അദ്ദേഹം പിന്നെ സ്വയം അക്കോമഡേഷൻ ഏർപ്പെടുത്തുമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് രണ്ടുപേരും തമ്മിലുള്ള യാത്ര തുടങ്ങുന്നത്. ഈ യാത്ര തുടങ്ങി, ഈ യാത്രയുടെ പേരെന്താ? സമരാഗ്നി. ഇതിനു മുമ്പ് ഒരു യാത്ര നടത്തിയിരുന്നു. എന്തറിയോ? കേരളത്തിലെ നവകേരള സദസ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വിചാരണ സദസ്സുമായിട്ട് നടന്നു. അത് പൂർത്തീകരിക്കാൻ പോലും പറ്റിയിട്ടില്ല ആ സംഭവം. ആളില്ല, കസേരകളൊക്കെ ഇവിടെ മാധ്യമങ്ങളെല്ലാം കൂടെ കാണിച്ച് വല്ലാത്തൊരു നാണക്കേടായിട്ട് അവസാനിച്ചു. ആലപ്പുഴയിൽ എന്താ സംഭവിച്ചേ? ആലപ്പുഴയിൽ VD സതീശൻ അവിടെ ഏതോ ഒരു ക്ലബിന്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു 10 മിനിറ്റ് താമസിച്ചു. ഇദ്ദേഹം ഈ മൈക്കുകളെല്ലാം ഓൺ ചെയ്തിരിക്കുകയാണ് ഈ വളരെ അസഭ്യമായിട്ടുള്ള ഈ വാക്ക് ഉപയോഗിച്ചേ. തന്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിന് തുല്യ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഈ VD സതീശൻ എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലേക്ക് ആദരണീയനായ വ്യക്തിയായി. ഇദ്ദേഹത്തിന് ഒരു MP എന്നുള്ള പൊസിഷൻ മാത്രമല്ല. KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് അത് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള പദവിയാണ്.
അദ്ദേഹത്തേക്ക് ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുക. തൊട്ടടുത്ത് ഷാനിവാസ് ഉസ്മാനെ പോലെയുള്ള പരിണതപ്രജ്ഞയായിട്ടുള്ള മാന്യതായിട്ടുള്ള ഒരു വനിതാ നേതാവ് ഇരിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. അതിനെ ഏത് രീതിയിൽ ന്യായീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അതിശയം. ഇനി ഇന്നുണ്ടായ ഏറ്റവും വിചിത്രം എന്ന് പറയുന്നത്, ഇന്ന് പത്തനംതിട്ടയിൽ ഇവർ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു. സമരാഗ്നിയിലൂടെ തീ ആളിപ്പടർന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. ഇന്ന് പത്തനംതിട്ടയിലെ സംയുക്ത പത്രസമ്മേളനം VD സതീശൻ ബഹിഷ്കരിച്ചു. അതിന് മറുപടിയായിട്ട് പത്തനംതിട്ട DCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞാണ് ഏറ്റവും രസകരമായ കാര്യം. ഞങ്ങളോട് ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല അദ്ദേഹം പത്രസമ്മേളനത്തിൽ വരികയില്ലെന്നുള്ളവരോ. അപ്പൊ ഇവര് തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാര് തമ്മിൽ പോലും ഉണ്ടാകാവുന്ന സൗഹൃദം പോലും ഈ KPCC പ്രസിഡന്റ് VD സതീശനും ഇല്ല. എന്താ ഇതിന്റെ കാരണം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇന്നലെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP ഒരു പത്രക്കാരുമായിട്ട് എന്ന് പറഞ്ഞു, അതൊരു നാടൻ പ്രയോഗം എന്ന് പറഞ്ഞു. നാട്ടിലെ ആളുകളെല്ലാം ഇത്തരം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത്, കേട്ടപ്പോ തന്നെ ചിരി, ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ കഴിയുമെന്ന് തോന്നിയത് K മുരളീധരന്റെ ന്യായീകരണമായിരുന്നു കേട്ടോ. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ K മുരളീധരന്റെ ന്യായീകരണത്തിനകത്തൊരു തമാശയുണ്ട്. അത് ഈ K സുധാകരന്റെ ഒരു കുത്തു തന്നെയാണെന്നുള്ള പറയാം. പക്ഷെ ഇങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴിന്നാണ് ഇവരെ പോലുള്ളൊരു മറുപടി പറയുന്നത്. കേരളത്തിന്റെ പൊതു സംസ്കാരത്തിന്, കേരളത്തിന്റെ മുഖ്യധാരയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതുപോലെ കൂട്ടിയാൽ മതി കേട്ടോ. AK രമയ്ക്ക് അല്ലല്ല, അദ്ദേഹം വിളിച്ചു പറഞ്ഞ അസംബന്ധമാണ്. അത് കേട്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്, KPCCയുടെ യാത്ര ഏറ്റവും ആദ്യം PCC അധ്യക്ഷൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചു. അതിനുശേഷം അതിലേക്ക് CLP ലീഡർ പ്രതിപക്ഷ നേതാവ് കടന്നു വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യാത്രയും ഒക്കെ തീരുമാനിക്കുന്നത് ഇടത് സഹയാത്രികർ എന്ന പേരിൽ താങ്കൾ അസഹിഷ്ണുത ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല, അദ്ദേഹത്തിനെ തീരുമാനിച്ചെന്നാ പറഞ്ഞത്. ഇദ്ദേഹത്തിന് ഇപ്പൊ കേരളം തിരിച്ചറിഞ്ഞത് നിങ്ങൾ എന്ത് ന്യായീകരണമാണ് സുഹൃത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തുടരാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ ഇട്ടേച്ചു പോകണം. നിങ്ങൾക്ക് തുടരാൻ സാധിക്കത്തില്ല. കാരണം നാണക്കേട് കൊണ്ട് നിങ്ങൾക്ക് പൊതുസമൂഹത്തെ പോലും അഭിമുഖീകരിക്കാനുള്ളൊരു നാണക്കേടായി കഴിഞ്ഞു. നിങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത്, നിങ്ങളുടെ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. ഒരു തർക്കമില്ല കാര്യത്തിൽ, ഒരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുത? നിങ്ങളല്ലേ ആദ്യമല്ല ഇവിടെ ഇരുന്നോണ്ട് സംസാരിച്ചത്? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സംസാര സ്വാതന്ത്ര്യമുള്ളൂ. ആകെപ്പാടെ അരമണിക്കൂർ ഒരു ചർച്ച വന്നിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് വരുമ്പോഴത്തേക്ക് ആ ആളിനോടൊപ്പം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് താങ്കൾ സംസാരിച്ചപ്പോൾ റെജിലൂക്കോസ് ഇടപെട്ടിരുന്നില്ല. താങ്കൾക്ക് താങ്കളുടെ സമയത്ത് മറുപടി പറയാം. ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാം. അതിനുള്ള അവസരം ഉണ്ടാകും. നമുക്ക് ഇതൊരു ചർച്ചയും ജനാധിപത്യ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഇടപെട്ട് സംസാരിക്കുന്നത് തന്നെ ആലപ്പുഴയിലെ രണ്ടുപേരും ഒരേ സമയം സംസാരിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല. ശ്രീ വസന്ത്, റെജിലൂക്കോസ് പറഞ്ഞു പൂർത്തിയാകട്ടെ. എന്നിട്ട് ഞാൻ താങ്കൾക്ക് അവസരം തരാം. അതെ, നിൽക്കൂ. K സുധാകരനെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നുള്ളവർ ഞാൻ വളരെ ആധികാരികമായിട്ട് പറഞ്ഞത്. കാരണം ഇവിടെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം അത് റിപ്പോർട്ട് ചെയ്തു. അതേ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം VD സതീശനോട് കൂടി അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്തുകൊണ്ടാ? ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വിട്ടാലുള്ള നാണക്കേട് കൊണ്ടാ. അതുപോലെ തന്നെ സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ രീതിയിൽ ഞങ്ങൾ എതിർശേരിയിലാണെങ്കിലും വിമർശിക്കലും അദ്ദേഹം തികഞ്ഞ മാന്യനായ ഒരു വ്യക്തിയാ. വളരെ മാന്യമായി മാത്രം പഠിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാ. രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പോട് ഞാൻ കൊണ്ടുപോകും, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞങ്ങളാരും ഒരിക്കലും അദ്ദേഹത്തിന് അത്ര കാര്യങ്ങളിൽ വിമർശിക്കാറില്ല. അദ്ദേഹത്തെ പോലുള്ളൊരു ഉയർന്നു വരുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഇത്രയ്ക്കും മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ ഇവരെ പോലുള്ള ന്യായീകരിക്കാന്ന് പറഞ്ഞാൽ VD സതീശനെ ഇൻസൾട്ട് ചെയ്യുന്നതില്ല, VD സതീശനെ വ്യക്തിഹത്യ ലോകത്തെ മലയാളികൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതില്ലേ K മുരളീധരനൊക്കെ ന്യായീകരണം കേട്ടപ്പോ ചിരിയും അതോടൊപ്പം സങ്കടവും വന്നുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊടിക്കുന്നിൽ സുരേഷാണ് ഏറ്റവും ലജ്ജാകരമായിട്ട് മറുപടി പറഞ്ഞത്. നാട്ടിലുള്ള ആൾക്കാർ പ്രയോഗിക്കുന്നതാണെന്നുള്ളവരും. കേരളത്തിലെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ മാവേലിക്കര നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെങ്കിലും ഗ്രാമീണ ഭാഷയിൽ ഇത്തരം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എത്ര സംസ്കാര ശൂന്യരായ ആളുകളായിട്ടാണ് ആ MP ഈ നാട്ടിലെ ആളുകളെ ചിത്രീകരിക്കുന്നത്. ഇവരുടെ KPCC ഓഫീസിൽ പരിപാടികൾ നടക്കുമ്പോൾ ഇവർ ഇത്തരം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇവർ കുറച്ച് മാന്യമായിട്ട് ഇടപെടണ്ടേ? സമരം നടത്താനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അവർക്ക് സമരം നടത്താം, സർക്കാരിനെ വിമർശിക്കാം, മറ്റെന്തെല്ലാം രീതിയിലുള്ള സമരമാർഗങ്ങളുണ്ട്. പക്ഷെ ശ്രീ വസന്ത്, ഇപ്പം റെജിലൂക്കോസ് ചൂണ്ടിക്കാണിച്ച ഈ കുറ്റവിചാരണ സദസ്, അതായിരുന്നു അതിന്റെ പേര്. അതായത് പിണറായി സർക്കാരിനെതിരെ കുറ്റവിചാരണ, അത് 18 കുറ്റങ്ങൾ എന്തോ വായിക്കും. അതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ 22 കേന്ദ്രങ്ങളിലോ മറ്റോ വിചാരണ സദസ്സ് സംഘടിപ്പിക്കും. അതും നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് തന്നെ. എന്താണ് ആ വിചാരണ സദസ്സിൽ ഉണ്ടായത്?
ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള സംഘർഷം അതല്ലാതെ എന്താണ് വാർത്തകളിൽ ഇടം പിടിച്ചത്? ആ സദസ്സിൽ ഞാൻ ചോദിക്കുന്നു, താങ്കൾ പങ്കെടുത്തിരുന്നോ? ഉത്തരം പറയാമല്ലോ. പറയൂ. ഉത്തരം പറയാമല്ലോ. ശ്രീ റെജി ലൂക്കോസ് ഈ ചർച്ചയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞിരുന്നില്ല. ഉണ്ടായിരുന്നെന്ന് ഞാൻ ഇതിൽ പങ്കെടുക്കില്ലായിരുന്നു. കാര്യം ഇടത് നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഭവൻ മാത്രം നിരീക്ഷിക്കുന്ന ഒരാളായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് ഇന്ദിരാഭവൻ നിരീക്ഷകൻ ജേർണലിസ്റ്റുള്ള ആളാണ്. നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. നിങ്ങളെ പോലുള്ളവർക്ക് ഞങ്ങളെ പോലുള്ളവർ നിങ്ങൾ ഔദ്യോഗിക വക്താക്കൾ മാത്രം ഇരുന്നാൽ മതി. ആരാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്? റെജി പറയട്ടെ. റെജിയാണോ തീരുമാനിക്കുന്നത്? ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മറുപടി പറയും. താങ്കൾക്ക് എന്താ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനായിട്ട്? താങ്കൾക്ക് എന്നോടൊപ്പം ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ ഇറ്റ് ഈസ് അപ് ടു യു മാൻ. ശ്രീ വസന്ത്, നമുക്ക് വിഷയങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കാമെന്ന് തോന്നുന്നു. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ മറുപടിയിൽ താങ്കളുടെ പാർട്ടി ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് ഈ ഫ്ലോറും അല്ലെങ്കിൽ ഈ ചർച്ചയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചത് വിചാരണ സദസ്സിനെ കുറിച്ചായിരുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടായോ? ചർച്ച ചെയ്യപ്പെട്ടോ? നിങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ച വിഷയങ്ങൾ, താങ്കൾ തന്നെ നേരത്തെ എണ്ണി പറഞ്ഞ വിഷയങ്ങൾ, ആ വിഷയങ്ങളൊന്നും ഇല്ല എന്നല്ല, ആ വിഷയങ്ങളൊക്കെ ഉണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, പല 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 പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ അതൊക്കെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? ഈ വിചാരണ സദസ്സ് ഏതെങ്കിലും തരത്തിൽ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചോ? അല്ല, കേൾക്കൂ. ഒന്നാമത്തെ പ്രശ്നം, അദ്ദേഹം പറഞ്ഞ 2-3 അസംബന്ധങ്ങളുണ്ട്. അത് പൊളിക്കാതെ പോകാൻ പറ്റില്ല. കാര്യം പറയൂ. അല്ല, അത് എന്റെ പാർട്ടിയെ പറ്റിയാണ്. കാര്യം ഞാൻ ആ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഞാനും റെജിയും ഏതാണ്ട് 4 വർഷമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നവരാണ്. അദ്ദേഹത്തെയും എന്നെയും ജനങ്ങൾക്കറിയാം. രണ്ടും ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. ഭാഷയുടെ സൗന്ദര്യവും. അദ്ദേഹം പറഞ്ഞത് KPCC അധ്യക്ഷൻ ആദ്യം ഒറ്റയ്ക്ക് ജാഥ തീരുമാനിച്ചു. അതിനുശേഷം അതിലേക്ക് CLP ലീഡർ കൂടെ കടന്നു വന്നു. അസംബന്ധമാണ്. KPCC ഓഫീസിലെ തീരുമാനങ്ങൾ അറിയുന്നത് അദ്ദേഹം അവിടെ ചായ മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്നതുകൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആണെങ്കിൽ അങ്ങനെ പറയട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അദ്ദേഹമല്ല പറയേണ്ടത്. പിന്നെ ന്യായീകരണത്തിന്റെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ പരിപാടിയാ പെട്ടി തൂക്കും ചായ കൊടുത്തു നോക്കുക. നിങ്ങളെ കോൺഗ്രസ്സുകാരുടെ പരിപാടിയാണ്. ഞങ്ങളേതായാലും ഇടതുപക്ഷക്കാർ ആ പണിക്ക് പോകത്തില്ല. നിങ്ങൾ നല്ല മാന്യമായിട്ട് സംസാരിക്കുക വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. താങ്കൾ ഇതേക്കാൾ ഒട്ടും പുറയിലല്ല. ഞാൻ താങ്കളെക്കാളും ഡിഗ്രി കൂടിയുള്ള താങ്കള്. അല്ല മിസ്റ്റർ ബസന്ത്, ചായ മേടിക്കാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ എന്നോട് ഉപയോഗിക്കരുത്. നിങ്ങളെ പണിയാ ചായ മേടിക്കുക, പെട്ടി നോക്കുക, പിന്നെ മറ്റേ തുണി നോക്കാന്നൊക്കെ ഉള്ളത്. നിങ്ങൾ കോൺഗ്രസ്സുകാർ ചോദില്ല. അങ്ങനെയാ നിങ്ങൾക്ക് നേതാക്കളാകുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ യാത്ര നയിക്കുന്ന ആരാണ് എന്ന് തീരുമാനിക്കുന്നത് റെജിയാണോ? റെജിയോട് വന്ന് ചോദിക്കണോ? റെജിയുടെ കോട്ടയം പാലായിലുള്ള വീട്ടിൽ വന്ന് ഞങ്ങൾ പെർമിഷൻ എടുക്കണോ? വേണ്ട, അതൊന്നും വേണ്ട. പാർട്ടിയുടെ തീരുമാനം സുധാകരൻ നയിക്കുമെന്നായിരുന്നു. നിങ്ങൾ എന്തിനാ ഇവിടെ നുണ പറഞ്ഞത്? ലോകം മുഴുവൻ അറിയാം. അതിനുശേഷമാണ് ആ യാത്രയിൽ BD സതീശനോട് ജോയിൻ ചെയ്തത്. അതിന്റെ കാരണമാണ് ആരംഭമായത്. ന്യായം പറഞ്ഞിട്ട് പ്രശ്നത്തെ കാര്യമില്ല. അറിയാം. നിങ്ങളുടെ ദേശാഭിമാനിയും SFIയിലെയും വാർത്ത വെച്ചോണ്ട് എന്റെ അടുത്ത് വരരുത്. SFIയിലും ദേശാഭിമാനിയുടെ വാർത്തയല്ല യാഥാർത്ഥ്യം. SFI ദേശാഭിമാനിയും കൊടുത്ത വാർത്തയുടെ പേരിൽ ഹൈക്കോടതിയിൽ 4 പെറ്റീഷൻ കിടപ്പുണ്ട്. 4 വ്യാജ വാർത്ത. ഏത് മാധ്യമ റിപ്പോർട്ട് ചെയ്തിരുന്നു? PCC അധ്യക്ഷൻ ഒറ്റയ്ക്കാണ് യാത്ര തുടക്കത്തിൽ നയിക്കുന്നതെന്ന് ഏത് മാധ്യമം റിപ്പോർട്ട് ചെയ്തു? റെജി പറ. ചുമ്മാ വായി തോന്നിയത് വിളിച്ച് ചാനൽ ചർച്ച ഞാൻ പറഞ്ഞേ, നിങ്ങള് കുറച്ചുകൂടെ നല്ല വാക്കുകൾ ഉപയോഗിക്കുക. ഞാനിവിടെ സംസ്കാരത്തിന്റെ വേലിക്കെട്ടിനകത്തിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ 10 വർഷമായിട്ട് ചാനൽ ഡിബേറ്റിലുണ്ട്. താങ്കളെ എത്ര വർഷമായിട്ട് ഒരിക്കരുത്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നുണ്ട്. വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സംസാരം നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന സംസ്കാരത്തിന്റെ വാക്കുകൾ നിങ്ങളൊരു ചർച്ചയിൽ, പ്രത്യേകിച്ച് മാതൃഭൂമി പോലുള്ള ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. അതാണ് നിങ്ങളുടെ എനിക്ക് തരാനുള്ള അഡ്വൈസ്. പറയാം, ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല. ഞങ്ങളുടെ പാർട്ടി അധ്യക്ഷനെ പറയാം, CLP ലീഡറെ പറയാം. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചു എന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ. അദ്ദേഹത്തിനെ തെറി വിളിച്ചതിൽ പോലും നിങ്ങളിലായിരിക്കുന്നു. എന്തൊരു ലജ്ജാകരമാണ് ബസ്സേ. താങ്കളൊരു മാന്യനാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് മറുപടി പറയേണ്ടത്. പറയട്ടെന്നേ. നിങ്ങളുടെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗം പോലും അല്ലാത്ത വീണ ടൈറ്റനെ ന്യായീകരിക്കാൻ വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു കൂട്ടിയവരാണ് നിങ്ങൾ. നിങ്ങളാണ് ഞങ്ങളെ ന്യായീകരണത്തിന്റെ കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ വരുന്നത്. അത് വേണ്ട. രണ്ടാമത് റെജി പറഞ്ഞു എന്താണ് വിചാരണ സദസ്സ്, അത് എവിടെയൊക്കെ നടന്നു എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ പ്രഖ്യാപിച്ച എല്ലായിടത്തും വിചാരണ സദസ്സ് നടത്തിയിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിൽ ഉദ്ഘാടനം ചെയ്തവരുടെ ഫോട്ടോ അടക്കം ഈ ചർച്ചയ്ക്ക് ശേഷം ഞാൻ വെളിയിൽ യാത്രയിലായിരുന്നുകൊണ്ട്
എന്റെ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ശ്രീ റെജി ലൂക്കോസിന് എന്റെ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ധർമ്മടത്താണ് തുടങ്ങിയത്. അവിടെ KC വേണുഗോപാൽ ആയിരുന്നു, ബേപ്പൂരിൽ VD സതീശനായിരുന്നു. അതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. ഞാൻ ചോദിച്ചത് ആ വിചാരണ സദസ്സ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് പ്രതിപക്ഷം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ടായിരുന്നല്ലോ, അത് ഫലവത്തായി നടന്നോ? തീർച്ചയായും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ ഞങ്ങൾ പ്രതീക്ഷ. അതാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായി അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അല്ലെ. നമുക്ക് അപ്പോഴല്ലേ അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സമരങ്ങൾ, സർക്കാർ മുമ്പോട്ട് വെച്ച അവരുടെ ക്യാപ്സ്യൂളുകൾ, ന്യായീകരണങ്ങൾ, വാദങ്ങൾ, ഇതിലേതാണ് ജനം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബോധ്യപ്പെടാൻ പോവുക. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ വളരെ കൃത്യമായി പറഞ്ഞത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞ വാദങ്ങൾ, ഞങ്ങൾ ചെയ്ത സമരങ്ങൾ അത് ജനം മനസ്സിലാക്കുകയും ഞങ്ങൾ മുമ്പോട്ട് വെച്ച പെൻഷൻ കുടിശ്ശിക അടക്കം തുടങ്ങിയുള്ള വിഷയങ്ങളിൽ ജനം നേരിട്ട് അനുഭവിക്കുന്ന, ജനത്തിനെ നേരിട്ട് ബാധിക്കുന്ന ആ പ്രശ്നങ്ങളിൽ മുഴുവൻ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ജനം പോളിംഗ് ബൂത്തിൽ കൃത്യമായി വോട്ട് ചെയ്യും. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വഴി ഈ പറയുന്ന കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന സാധനമുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ഏതെങ്കിലും സപ്ലൈകോ ഓഫീസിൽ കയറണം എന്നാണ് ഞങ്ങളുടെ വാദം. ആ സപ്ലൈകോ ഓഫീസിൽ സബ്സിഡി സാധനം ഒരെണ്ണമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. റേഷൻ കടയിൽ കയറണം, സർക്കാർ ആശുപത്രികളിൽ കയറണം. സർക്കാർ ആശുപത്രിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസിറ്റാമോൾ ഇൻവെന്ററി എഴുതി വീണ്ടും കൊടുക്കുന്ന ഗതികേടിലേക്ക്. താങ്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കാണാൻ പറ്റും, 2020 ഞങ്ങൾ നേടുമെന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് കുറച്ച് 2 ദിവസം മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് ചിലയിടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ ഫലം വന്നിരുന്നു. ആ ഫലം എന്താണെന്ന് താങ്കൾ അറിഞ്ഞിരുന്നോ? UDF-ന് നഷ്ടപ്പെട്ട സീറ്റുകളുടെ എണ്ണം അറിയുമോ? അല്ല, ഞാൻ പറയട്ടെ, അങ്ങ് എത്രയോ കാലമായി, എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക, അങ്ങേക്ക് അറിയാത്ത കാര്യമാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ ആണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്യുവർലി ബേസ്ഡ് ഓൺ ഗ്രൗണ്ട് പൊളിറ്റിക്സ് ആണ്. ആ സ്ഥലത്ത് ചിലപ്പോൾ വ്യക്തികളുടെ പ്രഭാവം കാണും, വ്യക്തികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം കാണും, ആ സ്ഥലത്തെ കുടിവെള്ള പ്രശ്നം കാണും, ചിലപ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാണും. അതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുക. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ കൃത്യമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിലയിരുത്തുന്ന പാറ്റേൺ ആണ്. അത് വെയിറ്റ് ചെയ്യുന്നത് 1-2 മാസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അതിനപ്പുറത്ത് കാണാം. വളരെ കൃത്യമായി ഞാൻ പറയുന്നു, അന്ന് നമുക്ക് ഇതേ വേദിയിൽ ചർച്ചയിൽ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ, സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാം. 2020 കുറഞ്ഞ ഒന്നും ഈ സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നില്ല. ശ്രീ റെജി ലൂക്കോസിനെ പോലുള്ള ന്യായീകരണവാദികൾ ഇങ്ങനെ കിട്ടുന്നത് മുഴുവൻ ഇങ്ങനെ പാമ്പ് ചത്താല്, പരുന്ത് ചത്താലാണല്ലോ പാമ്പ് വാർത്തയാവുന്നത്, പാമ്പിന്റെ മരണം വാർത്ത മുങ്ങിപ്പോകുന്നത്. അത് മുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു സഹാബിനെ കഴിഞ്ഞ ദിവസം അതിക്രൂരമായി കൊന്നില്ലേ? കൊന്നതാരാ? കൊന്നതും നിങ്ങളുടെ സഹാബ് തന്നെ. പക്ഷേ അവിടെ ഹർത്താൽ ആചരിച്ചാൽ അതും CPM. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് അത് വേറൊരു പാർട്ടിയുടെ മേൽ കെട്ടിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലാഭം കൊയ്യാൻ നോക്കിയ നിഷ്ഠൂരന്മാർ, നീചന്മാരാണ് നിങ്ങൾ. പിന്നെ ഈ വാക്കുകളുടെ കാര്യം പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ കൊള്ളരുതാത്ത വാക്കുകളുടെ ശബ്ദ പാദാവലി സമ്മാനിച്ച നേതാവിന്റെ പേരാരെന്നറിയാമോ? പിണറായി വിജയൻ. നമ്മൾ കേട്ടിട്ടില്ലേ കൊല്ലം MP NK പ്രേമേന്ദ്രനെ വിളിച്ചത്, മത്തായി മാപ്പിളെ വിളിച്ചത്, നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ചത്, മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന വാക്ക് തുടങ്ങി കൊല്ലം MP പ്രേമേന്ദ്രനെ വിളിച്ച വാക്ക് ഞാൻ പറയുന്നില്ല, അറിയാമല്ലോ, ബാക്കി അറിയാമല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ പിണറായി വിജയൻ അത് തെറ്റും ഇത് ശരിയും എന്നാണോ താങ്കൾ പറയുന്നത്? അത് തെറ്റും അത് എങ്ങനെയാണ്? താങ്കൾ ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതൊക്കെ തെറ്റാണ് താങ്കളുടെ നിഘണ്ടു അനുസരിച്ച്. ഇത് ശരിയുമാണോ? അങ്ങനെയാണോ? ഇത് നാടൻ ശൈലിയും അതെല്ലാം തെറ്റും അങ്ങനെയാണോ? അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായി ഇവിടെ ജനം ചർച്ച ചെയ്യാൻ പോകുന്നത് പെൻഷൻ കുടിശ്ശിക അടക്കം അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്.